നമസ്കാരം. എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം. ഒക്ടോബർ 18 ആരംഭിക്കുന്ന തുലാമാസത്തിലെ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. തുലാമാസം എന്ന് പറയുന്നത് തുലാവർഷത്തിൻ്റെ സമയമാണ്. പേമാരി പെയ്യുന്ന തുലാമാസം. ഈ മാസത്തിൽ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. കാരണം ഗുരുഭഗവാൻ ഉച്ചസ്ഥാനത്തും ശുക്രഭഗവാനും ചൊവ്വ ഭഗവാനും സ്വക്ഷേത്രത്തിലുമാണ്. ഒരു രാജ്യത്തെ അധിപന്മാരെ പോലെ ഗുരു, ശുക്രൻ, ചൊവ്വ തുടങ്ങിയ ഗ്രഹങ്ങളെല്ലാം നല്ല സ്ഥാനങ്ങളിലാണ്. പോരാത്തതിന് ശനി ഭഗവാൻ മംഗളശനിയായി മാറാനും പോകുന്നു. ഇതുപോലെ ഒരുപാട് നല്ല കാര്യങ്ങളുമായാണ് ഈ തുലാമാസം വന്നെത്തുന്നത്. ഈ മാസത്തിൽ നിങ്ങൾ വെറുതെ ഇരുന്നാൽ പോലും നിങ്ങൾക്ക് നല്ലത് സംഭവിക്കും. നിങ്ങൾ എന്ത് ജോലി ചെയ്താലും ഏത് തൊഴിൽ ചെയ്താലും അതിൽ ഒന്നാമതെത്താനുള്ള എല്ലാ സാധ്യതകളും ഈ മാസത്തിലുണ്ട്. അതുകൊണ്ട് ഏതൊക്കെ രാശിക്കാർക്കാണ് കുബേരയോഗം വരുന്നത്, ആർക്കാണ് സന്താനഭാഗ്യം, ആർക്കാണ് വിദേശയാത്രായോഗം, ആർക്കൊക്കെയാണ് വിവാഹം നടക്കാൻ പോകുന്നത് എന്നെല്ലാം നമുക്ക് ഓരോ രാശിയുടെയും അടിസ്ഥാനത്തിൽ നോക്കാം. ഈ വീഡിയോയിൽ മേടം രാശിയെക്കുറിച്ചാണ് പറയുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മേടം രാശിക്കാർക്ക് ഈ തുലാമാസത്തിലെ ഫലങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. മേടം രാശിക്കാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 4ാം ഭാവത്തിൽ വരുന്ന ഗുരുഭഗവാനാണ്. നിങ്ങൾ വീട് വാങ്ങാൻ പോകുന്നു, പ്രൊമോഷൻ വരാൻ പോകുന്നു, കാർ വാങ്ങാൻ പോകുന്നു, ഇതെഴുതി വെച്ചോളൂ. ഭൂമി വാങ്ങാൻ പോകുന്നു, ഉന്നത വിദ്യാഭ്യാസം, ഉയർന്ന പദവി, നല്ല പേര്, ഇതെല്ലാം നിങ്ങൾ നേടാൻ പോകുന്നു. 4ാം ഭാവം ഉന്നത വിദ്യാഭ്യാസത്തെയും ഉയർന്ന പദവിയെയും സൂചിപ്പിക്കുന്നു. 4ാം ഭാവത്തിൽ ഗുരു ഉച്ചസ്ഥാനത്ത് വരുമ്പോൾ, സർ, എത്ര നാളായി ഞാൻ ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്നു, ഒരു ഉയർച്ചയുമില്ല, ഇന്നലെ വന്ന ചെറുപ്പക്കാരൻ അസിസ്റ്റന്റ് മാനേജരായി, എനിക്ക് മാത്രം ഒന്നും കിട്ടുന്നില്ല എന്നൊക്കെയുള്ള നിങ്ങളുടെ പരാതികൾക്ക് അവസാനമാകും. വിഷമിക്കേണ്ട. ഈ ഗുരുഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായും ഉന്നത വിദ്യാഭ്യാസവും ഉയർന്ന പദവിയും ലഭിക്കും. 4ാം ഭാവം സുഖസ്ഥാനം കൂടി ആയതിനാൽ ഗുരു നിങ്ങൾക്ക് സുഖവും സൗകര്യങ്ങളും നൽകുന്നു. ഏറെ നാളായി വാഹനം വാങ്ങുവാൻ ആലോചിക്കുന്നവർക്ക് ഈ ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ ഈ തുലാമാസത്തിൽ ഉറപ്പായും ഒരു വാഹനം വാങ്ങും. 5ാം ഭാവാധിപനായ സൂര്യൻ ഇതുവരെ നീചത്തിലായിരുന്നതിനാൽ മക്കൾ കാരണം നിങ്ങൾക്ക് ചില മാനസിക വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം 8ാം ഭാവത്തിലേക്ക് വന്നിരിക്കുന്നു. ഇതൊരു വലിയ പ്രത്യേകതയാണ്. കാരണം 8ാം ഭാവാധിപനായ ചൊവ്വയും അവിടെ തന്നെ സ്വക്ഷേത്ര ബലവാനായിട്ടിരിക്കുന്നു. ഇതുകൊണ്ട് നിങ്ങൾക്ക് സർക്കാർ ജോലി, സൈന്യത്തിൽ ജോലി എന്നിവ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഗുരുഭഗവാന്റെ സുവർണ ദൃഷ്ടി ചൊവ്വയുടെയും സൂര്യൻ്റെയും മേൽ പതിയുന്നതിനാൽ നിങ്ങൾ ഏത് രംഗത്താണോ ആ രംഗത്ത് പ്രശസ്തനാകും. ശുക്രഭഗവാൻ സ്വക്ഷേത്ര ബലവാനായി 7ാം ഭാവത്തിൽ നിൽക്കുന്നു. ശുക്രൻ കളത്രകാരനാണ്, അതായത് വിവാഹത്തെയും പങ്കാളിയെയും സൂചിപ്പിക്കുന്ന ഗ്രഹം. അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള കുടുംബ പ്രശ്നങ്ങളും ദാമ്പത്യ പ്രശ്നങ്ങളും 7ാം ഭാവത്തിൽ ശുക്രൻ വരുന്നതോടെ പൂർണ്ണമായും നീങ്ങി സ്നേഹത്തോടെ ജീവിതം മുന്നോട്ട് പോകും. ജീവിതത്തിൽ ഒരു മനുഷ്യൻ ഏറ്റവും സന്തോഷിക്കുന്ന സമയം കുടുംബത്തോടൊപ്പമുള്ള സമയമാവണം. അത് നിങ്ങൾക്കും അനുഭവിച്ചറിയാൻ സാധിക്കും. 7ാം ഭാവത്തിലെ ശുക്രൻ IT സംബന്ധമായ മേഖലകളിൽ നിങ്ങൾക്ക് വിജയം നൽകും. നിങ്ങളുടെ വിവാഹം ഉടനെ നടക്കും. വിദേശയാത്രയ്ക്കുള്ള യോഗങ്ങളും നൽകുന്നു. ബിസിനസ്സിൽ നല്ല പങ്കാളികളെ നൽകുന്നു. ചുരുക്കത്തിൽ മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ തുലാമാസം സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ ഒരു മാസമായിരിക്കും. ഈ മാസത്തെ പ്രധാന ഗ്രഹനിലകൾ കൂടി നോക്കാം. ഈ തുലാമാസത്തിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കുന്നു. ഒക്ടോബർ 8 മുതൽ ഗുരു കർക്കിടകത്തിൽ ഉച്ചസ്ഥാനത്താണ്. ഗുരുവിൻ്റെ ഈ സ്ഥാനം ലോകത്തിന് മുഴുവൻ നന്മകൾ നൽകും. ചന്ദ്രൻ്റെ രാശിയായ കർക്കിടകത്തിൽ ഗുരു വരുന്നത് ഒരു ഗുരുചന്ദ്രയോഗം കൂടിയാണ്. ഗുരുവിൻ്റെ ദൃഷ്ടി ശനിയിൽ പതിയുന്നതിനാൽ ശനി ഒരു മംഗളശനിയായി മാറുന്നു. കാലപുരുഷൻ്റെ 2ഉം 7ഉം ഭാവങ്ങളുടെ അധിപനായ ശുക്രൻ ലോകത്തിന് പണവും പ്രണയവും നൽകുന്ന ഗ്രഹമാണ്. അദ്ദേഹം ഇപ്പോൾ സ്വക്ഷേത്ര ബലവാനാണ്. ഇത് നിങ്ങൾക്ക് പണത്തിൻ്റെ ഒഴുക്ക് വർദ്ധിപ്പിക്കുകയും കുടുംബജീവിതത്തിൽ സന്തോഷം നൽകുകയും ചെയ്യും. ഭൂമി, വീട് തുടങ്ങിയവയുടെ കാരകനായ ചൊവ്വയ്ക്ക് ഇപ്പോൾ ഗുരുദൃഷ്ടി ലഭിക്കുന്നു. അതിനാൽ അദ്ദേഹം മംഗള ചൊവ്വയായി മാറുകയും ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ വലിയ നേട്ടങ്ങൾ നൽകുകയും ചെയ്യും. ഇതെല്ലാം സംഭവിക്കുന്ന ഒരു സുവർണ മാസമാണിത്. നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യമാണ്. നിങ്ങൾ ഇപ്പോൾ ഏത് ജോലിയിലാണോ ആ ജോലിയിൽ തന്നെ തുടരുക. പുതിയ ജോലിക്കായി ശ്രമിക്കുകയോ ജോലി മാറുകയോ ചെയ്യരുത്. അതുപോലെ പുതിയ സംരംഭങ്ങളും തുടങ്ങരുത്. ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതൽ മികച്ചതാക്കാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. അതാണ് ഈ സമയത്ത് ഏറ്റവും ഉചിതമായി ചെയ്യേണ്ട കാര്യം. ഉദാഹരണത്തിന്, നിങ്ങളൊരു ലെയ്ത്ത് മെഷീൻ പ്രവർത്തിപ്പിക്കുന്ന ആളാണെങ്കിൽ കൂടുതൽ മെഷീനുകൾ വാങ്ങി ബിസിനസ് വികസിപ്പിക്കുക, അല്ലാതെ ഒരു പുതിയ ബിസിനസ് തുടങ്ങാനായി പോകരുത്. അതുപോലെ പുതിയതായി കടം വാങ്ങാതിരിക്കാനും ശ്രദ്ധിക്കണം.
നിലവിലുള്ള പണം ഉപയോഗിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. കൈ നിറയെ പണം വരുന്ന മാസമാണിത്. അതുകൊണ്ട് തന്നെ ആ പണം വേണ്ട വിധത്തിൽ വിനിയോഗിക്കാനും ശ്രദ്ധിക്കണം. പ്രത്യേക പൂജകളിലും പ്രാർത്ഥനകളിലും ഉൾപ്പെടുന്നതിനായി നിങ്ങളുടെ പേരും നക്ഷത്രവും കമൻറ്റിൽ എഴുതി അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി.